ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉമ്മൽ ഖുവൈനിൽ പുതിയതായിട്ടൊരു സൂ തുറന്നിരിക്കുന്നത് കാണാൻ പോവാണ്. അപ്പോൾ സൂ നമ്മൾ ഫുള്ളി ഫങ്ഷനലൊന്നും അല്ല, പക്ഷെ എന്നാലും കുറേ മിക്സ്ഡ് റിവ്യൂസും മറ്റൊക്കെയാണ് കാണുന്നത്. എന്നാലും എന്നെ ആനുവലി വെക്കുകയാണ്, അപ്പോൾ എനിക്ക് നാട്ടിലൊന്നും പോകാൻ പറ്റുന്നില്ല, നമ്മുടെ കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇട്ടാവട്ടത്തൊക്കെ തന്നെ ഇങ്ങനെ കറങ്ങി ഉള്ള ഹോളിഡേയ്സൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി ഇന്നത്തെ അജണ്ട ഈസ് ഉം അൽ ഖുവൈൻ സൂ. അപ്പം നമുക്കിനി ഇറങ്ങി വഴിയെ നമുക്ക് കത്തിയൊക്കെ വെച്ച് പോവാം. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടേക്ക് എത്തി. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചു. ടിക്കറ്റ് 25 ദിറംസാണ് പെർ പേഴ്സൺ. അവർ കുഞ്ഞു പിള്ളേർക്കൊക്കെ ടിക്കറ്റ് എടുത്തു. അതൊക്കെ അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. എന്തായാലും നമ്മൾ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് അകത്തൊക്കെ കയറി. അവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ നേരെ നമ്മുടെ കൂട്ടുകാരെ കാണാൻ അങ്ങ് പോയി. ഏത് നമ്മുടെ ബേറിനെയും പാന്തറിനെ ഒക്കെ കാണാൻ പോയി. ഫസ്റ്റ് തന്നെ ബേറായിരുന്നു. എൻ്റെ മനസ്സിലെ ബേറെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൗഗ്ലിയിലെ ബല്ലുവും പിന്നെ ബാക്കിയുള്ള ആനിമൽസിൻ്റെ കൺസെപ്റ്റൊക്കെ ഈ ലയൺ കിങ്ങും മൗഗ്ലി ജംഗിൾ ബുക്കൊക്കെ അതിൽ നിന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ബേറിങ്ങനെ അടുത്ത് വന്ന് അവൻ്റെ മുഖം കണ്ടപ്പോൾ മനുഷ്യൻ്റെ കിളി പോയി. ഞാൻ ആക്ച്വലി ഇച്ചിരി പേടിച്ചു. പിന്നെ അവർ കീപ് ഡിസ്റ്റൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ബേറിൻ്റെ സ്കേറി പല്ലൊക്കെ കാണിച്ചിട്ട്. അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, കാരണം അവനെ കാണുമ്പോൾ ഇച്ചിരി പേടി വരും. അപ്പോൾ എനിക്കിഷ്ടമായി ബേറിനെ. ഇത്ര അടുത്ത് വന്ന് നമുക്ക് അവനെ കാണാൻ പറ്റി. 3-4 ബേർസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ പയ്യെ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരുന്നു. അവനിങ്ങനെ അടുത്ത് വന്ന് അവൻ്റെ മൂക്കും വായും ഒക്കെ നമ്മൾ അടുത്ത് വെച്ച് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ലയണസിനെ കണ്ടു. ലയണസ് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ചിൽ ഔട്ട് ചെയ്തിരിക്കുമായിരുന്നു. ബേർസ് ഒന്നിക്കൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജെസിക്ക നമ്മുടെ ഈ ലെപ്പേർഡിൻ്റെ കൂടിൽ തൊട്ടതെന്ന് കണ്ടിട്ട് അവൻ ചാടി ഇറങ്ങി വന്നു കലിപ്പിൽ. അപ്പം നമ്മുടെ എല്ലാവരും പേടിച്ചുപോയി. നല്ല ഭംഗിയായിരുന്നു അവനെ കാണാൻ. കുറേ നേരം അവൻ്റെ ഭംഗി നോക്കി നമ്മൾ നിന്നു. ഭയങ്കരമായിട്ട് ഗ്രൗളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, അതോടുകൂടി ജെസിക്കയ്ക്ക് മതിയായി. എനിക്ക് പിന്നെ ആദ്യമേ മതിയായിരുന്നു. ഒരുപാട് ആനിമൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ ആനിമലിൻ്റെ അടുത്തും അത്യാവശ്യം കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കത്തിയൊക്കെ വെച്ച് വളുപ്പൊക്കെ അടിച്ച് മുന്നോട്ട് പോയി. ജെസിക്ക കിളി പോയി നിൽപ്പുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നത് നോക്കിക്കണ്ട് അടുത്ത ഏത് ആനിമലാന്ന് നോക്കി പയ്യെ നടന്നു. അടുത്ത നമ്മൾ ബ്ലാക്ക് പാന്തറിനെ കണ്ടു, നമ്മുടെ ബഗീര. പക്ഷെ മനസ്സിലുള്ള ബഗീരയുടെ ഇമേജൊക്കെ പോയി. ഇവനെ കണ്ട് നമ്മൾ പേടിച്ചു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളോർത്തു വീക്ക് ഡേയിൽ വന്നാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു അവിടെ. ഏറ്റവും കൂടുതൽ സിംഹവും ബേർസും ഒക്കെ ആയിരുന്നു. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ഓ, ജെസിക്ക ദേഹം അവനെ പേടിപ്പിക്കാൻ നോക്കുക. ആ മൈൻഡ് വരും ചെയ്തില്ല. എന്താ കുറേ ടൈഗേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു താറാവ് ഉണ്ടായിരുന്നു, താറാവ് പോലെ. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാ പിള്ളേരും അതിൻ്റെ കൂട്ടത്തിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു, അതിൻ്റെ പുറകെ ഓടുമായിരുന്നു. ഇടയ്ക്ക് അത് എൻ്റെ പുറകെ ഓടി, അപ്പം ഞാൻ ഓടി. പിന്നെ സിംഹങ്ങൾ.
ജെസിക്കയ്ക്ക് സിംഹത്തിനെ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഹായ് ഒക്കെ പറിച്ചില്ലായിരുന്നു. അങ്ങനെ പാവമായിട്ട് കിടക്കുന്നുണ്ടെന്നു. പിന്നെ നമ്മൾ ഒറിക്സിനെയൊക്കെ കണ്ടു. ഇന്നാളും നമ്മളൊരു വീഡിയോയിൽ ഒറിക്സ് വ്യൂയിങ് ഡെക്കിലൊക്കെ പോയിട്ട് ഒറിക്സിനെ കണ്ടു കിട്ടിയില്ലോ. ഇപ്പം നമ്മൾ സൂയിൽ വന്നപ്പോൾ കാണാൻ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ താറാവ്. ജെസിക്ക അതിനെ പിടിക്കാൻ പോവാം. ജെസിക്ക എല്ലാം ഭയങ്കര ഹായിയാണ്. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കണ്ടാ നമ്മളെല്ലാവരും നിരന്ന് നിന്ന താറാവിനെ നോക്കും. നമ്മൾ പയ്യെ നടന്നു. കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പയ്യെ നടന്നു. നമ്മളിങ്ങനെ ഒരു വാട്ടർ ബോഡി പോലെയൊക്കെ കണ്ടു. എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൺസ്ട്രക്ഷനിലും മറ്റുമൊക്കെയാണ്. ഇത് വല്ല വാട്ടർ ആനിമലിനെ ഇടാനോ മറ്റോ ആയിരിക്കും. പല ആംഗിളിൽ നമ്മൾ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹൈനെ കണ്ടു. കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഹൈനെ കണ്ടപ്പോഴും ഏതോ ഒരു അനിമേഷൻ മൂവി കണ്ടൊക്കെയാണ് ഓർമ്മ വന്നത്. ഇതെന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇത് ആക്ച്വലി വൈൽഡ് ക്യാറ്റാണ്. പ്രിറ്റി വൈൽഡായിരുന്നു. അതിൻ്റെ ചെവിയൊക്കെ കണ്ടത് ഷാർപ്പായിട്ട് കുറേ എണ്ണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടൈഗർ കബിനെ കണ്ടു. അവനെ പുറത്തിറക്കുന്നുണ്ടായിരുന്നില്ല അവർ, കാരണം ഇഷ്ടംപോലെ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞു പിള്ളേരുള്ളപ്പം അതിനെ തൊടിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ വലിയവർ എന്നാലും അവർ സമ്മതിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വൾച്ചറിനെ കണ്ടു. അവനെ ഇങ്ങനെ ചങ്ങലൊക്കെ ഇട്ട് ഇരുത്തിയിരിക്കുമായിരുന്നു. പിന്നെ ഒട്ടകം ഉണ്ടായിരുന്നു, കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ബേർഡ്സ് ആയിരുന്നു. അപ്പോഴേക്കും നമ്മുടെ അബൂബ എത്തി. അവരുടെ എല്ലാം ഫേവറേറ്റായ ഒരൻകുട്ടനാണിത്. അവൻ നമ്മുടെ എന്നാ സ്ട്രോളറിൻ്റെ ടോവലൊക്കെ എടുത്തോണ്ട് പോയി. അവൻ്റെ ഫേവറേറ്റ് ആയിട്ട് അതായിരുന്നു കേട്ടോ. സ്ട്രോളർ എവിടെ കാണോ അതിൻ്റെ പുറമെ അവൻ ഓടുമായിരുന്നു. പിണങ്ങിയിരിക്കാൻ തോന്നുന്നു ടവല് തിരിച്ചു പിടിച്ച്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എത്ര ആൾക്കാരുണ്ടെങ്കിലും അവൻ ഒരു പേടിയില്ല. എല്ലാവരുമായിട്ട് കൂളായിട്ട് ഇടപെടുമായിരുന്നു. ഒരൻകുട്ടനെ യോഹാനും നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ ദാരിമിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ജെസിക്ക തടവിയതേ ഉള്ളൂ. ഭയങ്കര ഡിമാൻഡായിരുന്നേ അബൂബയ്ക്ക്. എവ്രിബഡി വാണ്ടഡ് ടു ബി നിയർ ഹിം. ദാരിം പോയി തൊടുന്നു. ജെസിക്ക ഫൈനലി ഒന്ന് തൊട്ടു. അവനെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുണ്ട്. ടേൺ വൈസ് ഒന്നും പോയില്ല. എല്ലാവരും ചുമ്മാ അവനായിട്ട് കളിച്ചു. അങ്ങനെ കൈ പിടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് പിടിക്കണം തോന്നി. അപ്പം ഞാൻ പോയി അവൻ്റെ കൈ പിടിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവനെയാണ്. പിന്നെ ബെയറിനെ. പൈത്തനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. UAE കുറേ സൂ ഒക്കെ ഉണ്ട്. ഇതൊരു വളരെ ചെറിയൊരു വേർഷനാണ്, ബിഗിനിങ് ആണ്. എന്നാലും ഒരു രസം. അവന് പിന്നെ നമ്മുടെ സ്ട്രോളറിൻ്റെ പുറകെ പോയി.
അവൻ എൻ്റെ മുകളിൽ കയറി കിടക്കണമായിരുന്നു. അവസാനം എനിക്ക് ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പോയി അവൻ്റെ കയ്യിൽ പിടിച്ചു. അവനൊന്ന് ഫ്രീ ആയപ്പോൾ എല്ലാവർക്കും ഓട്ടോഗ്രാഫൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഞാൻ പോയി അവൻ്റെ കയ്യിൽ പിടിച്ചു. ഭയങ്കര രസമായിരുന്നു. സാധാ പോലെ പിടിക്കേ, കൈ പിടിക്കണ പോലെ പിടിക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വൈൽഡ് ലൈഫ് പാർക്ക് ഉമ്മൽ ഖുവൈനിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ടേക്ക് കെയർ, ബൈ.